അഫ്ല അതുപോലെ ഈ ഇപ്പം മെയിൻ ഇപ്പം ഗോയത്തെ എക്സാം ഒക്കെ പാറ്റേൺ ഫോളോ ചെയ്യുന്ന പിള്ളേരുടെ മെയിൻ ഒരു പരിപാടിയാണ് കോഡ് നോക്കിയിട്ട് പഠിച്ച് കാണാതെ പഠിച്ച് പോയിട്ട് എക്സാം എഴുതുക. ഈ ടെലഗ്രാം ഗ്രൂപ്പുകളിലൂടെയൊക്കെ കോഡൊക്കെ കറങ്ങി നടക്കുന്നുണ്ട്. എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൽ ഞാൻ മനസ്സിലാക്കിയത് കോഡ് വെച്ച് പഠിച്ചിരുന്നു പാസ്സായതായിട്ട് എൻ്റെ അറിവിലില്ല. ബട്ട് സ്റ്റിൽ ആളുകൾ അതിൻ്റെ പുറകെ പോവാണ്. അഫ്ലൈൻ എന്താ ഫീൽ ചെയ്ത് ഇത് ഒരു ഇങ്ങനത്തെ ഷോർട്ട് കട്ട്സ് ഒക്കെ എടുക്കണോ അതോ ഹാഫ് മെഷേഴ്സ് ഒക്കെ എടുക്കേണ്ട ആവശ്യമുണ്ടോ? എന്നോട് ചോദിച്ചാൽ ഒരിക്കലും ഇല്ല, നോന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. നമ്മളെന്തോ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ലാംഗ്വേജ് പഠിക്കുന്നത് എന്തിനാ? നമ്മളൊരു എക്സാം ക്ലിയർ ചെയ്ത് കാണിക്കാനോ പ്രൂവ് ചെയ്യാനോ ഒന്നും എന്നല്ല. നമ്മൾ പോകുന്ന എവിടത്തേക്കാ? ജർമ്മനിയിലേക്കാണ്. അവിടെ നമുക്ക് സർവൈവ് ചെയ്യണം. ലാംഗ്വേജ് ഇമ്പോർട്ടൻറ്റ്. ജർമ്മനി എന്നുള്ള കൺട്രി എന്ന് പറയുന്നത് അവർ അത്രയും കൾച്ചറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കൺട്രിയാണ്. അവർ ജർമ്മൻസ് ഒക്കെ നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കും, പക്ഷെ അവർ ഒരിക്കലും നമ്മൾ കാണുമ്പോൾ സംസാരിക്കില്ല. അവർ ജർമ്മൻ ലാംഗ്വേജിൽ മാത്രമായിരിക്കും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അവർ എന്താ അവരുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ജർമ്മൻ പറയാൻ പറ്റുമെങ്കിൽ നിങ്ങൾ ഇങ്ങോട്ട് വന്നാൽ മതി എന്നാണ് അവരുടെ ആറ്റിറ്റ്യൂഡ്. അതാണ് അവരുടെ ഒരു ആറ്റിറ്റ്യൂഡ് ആയിട്ട് പറയുന്നത്. വരണ്ട. ഇപ്പൊ ഞാൻ പറയാണ്, ഞാൻ കോഡ് പഠിച്ചതോ എക്സാം പാസ്സായി തന്നെ വെച്ചോ, പാസ്സായി എനിക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, ഓക്കെ സർട്ടിഫിക്കറ്റ് ഉണ്ടെന്ന് വെച്ചോ, ലേസണിങ് ഓർണായിരിക്കാം, അതായത് ലിസണിങ്ങും റൈറ്റിങ്ങും ആയിരിക്കാം ഞാൻ കോഡ് വെച്ച് പാസ്സാവുക. ഇനി എനിക്ക് ക്ലിയർ ചെയ്യാൻ റൈറ്റിംഗ് ബാക്കിയുണ്ട്, അതുപോലെ തന്നെ എന്തുണ്ട് സ്പീക്കിംഗ് ഉണ്ട്. സ്പീക്കിംഗ് എന്ത് കോഡ് വെച്ച് ഞാൻ കോഡില്ല. ഇനി എന്താ പാസ്സായി തന്നെ വെച്ചോ, സർട്ടിഫിക്കറ്റ് കിട്ടി, ഞാൻ ജർമ്മനിയിൽ പോയി. ഇനി ജർമ്മനിയിൽ പോകുന്നതിന് മുമ്പിൽ ഒരു സ്റ്റേജ് ഉണ്ട്, ഇന്റർവ്യൂ എങ്ങനെ ക്രാക്ക് ചെയ്യും? കോഡ് എന്നുള്ളവന് ഒരിക്കലും ഇന്റർവ്യൂവിന് കോഡില്ല ഗൈസ്. അപ്പോൾ ഈ ഇന്റർവ്യൂ ക്രാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും എംപ്ലോയറിനെ ഇംപ്രസ് ചെയ്യേണ്ടി വരും. നമുക്ക് എംപ്ലോയേഴ്സ് ഉണ്ടാവും, അവരെ നമ്മൾ നിർബന്ധമായിട്ട് ഇംപ്രസ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഇംപ്രസ് ചെയ്യാൻ നേരത്തെ ആദ്യം പറഞ്ഞു വൊക്കാബ്, അവൾ വൊക്കാബ് വെച്ചിട്ടാണ് ഇംപ്രസ് ചെയ്തു. അതുപോലെ തന്നെയാണ് ഞാൻ ഗ്രാമാറ്റിക്സും വൊക്കാബ്സും ഇംപ്ലിമെന്റ് ചെയ്തു. നല്ല രീതിയിൽ നല്ല കുറച്ച് അഡ്വാൻസ്ഡ് ആയി സംസാരിച്ച് ഇംപ്രസ് ചെയ്തു. അതുപോലെ തന്നെയാണ് ലൈക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗ്രാമാറ്റിക് കൊള്ളാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ രീതിയിൽ ചെയ്യേണ്ടിയിരിക്കുന്നു. കോഡൊക്കെ മേ ബി വരാൻ പോവാം. അതുപോലെയല്ല നമ്മൾ ആ ലാംഗ്വേജ് അഡാപ്റ്റ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും ബെറ്റർ. നമ്മൾ അവിടെ പോയാലും സർവൈവ് ചെയ്യാനുള്ള ഒരാളാണ്. നമ്മൾ ഇന്ന് കോഡ് വെച്ച് പാസ്സായി അവിടെ പോയി ലാംഗ്വേജ് ഇല്ലാണ്ട് നിന്നിട്ട് കാര്യമില്ല. അതെ, അതായത് ഇത്രയേ ഉള്ളൂ. അതായത് ഒരു എക്സാം പാസ്സാവാനുള്ള ജസ്റ്റ് ഒരു ഷോർട്ട് കട്ട് മെത്തഡോളജി എടുക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾ ഇത്ര എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണമെന്ന് ഞാൻ പറയില്ല. നിങ്ങൾ ആക്ച്വലി ഇഷ്ടപ്പെട്ട് ജർമ്മൻ ലാംഗ്വേജ് പഠിച്ചാൽ ജർമ്മനിൽ ആസ് എ കൾച്ചർ അഡോപ്റ്റ് ചെയ്ത് അവിടെ പോയി ലാംഗ്വേജ് സംസാരിക്കാൻ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി യു ഷുഡ് ഡു ദിസ് അല്ലേ? ആദിത്യക്ക് എന്താ തോന്നുന്നത്? ആദിത്യ കോഡ് വെച്ച് പഠിച്ച ആളാണോ അത് കോഡ് വെക്കാതെ പഠിച്ച ആളാണോ? അങ്ങനെ വെച്ചാൽ അത് പറയേണ്ടി വരും, കാര്യമായിട്ട് പറയേണ്ടി വരും. എനിക്ക് B2 ഇങ്ങനെ ക്ലാസ്സിലൊക്കെ ലേസൺ ഹ്യോറനൊക്കെ ശരിക്കും ഉണ്ടല്ലേ? കുട്ടികൾ ഇപ്പോഴും കോഡ് വെച്ച് പോകുന്ന പരിപാടികളൊക്കെ ഉണ്ടല്ലേ? ഒരുപാടുണ്ട്. ലേസൺ ഹ്യോറൻ ചെയ്യുമ്പോൾ ആക്ച്വലി എനിക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. എനിക്ക് മിക്കവാറും ലേസൺ കിട്ടുന്നത് ഔട്ട് ഓഫ് 30 22 ആയിരുന്നു എന്റെ മിനിമം മാർക്ക്. 22 23 24 ഇതായിരിക്കും എനിക്ക് കിട്ടുന്ന സ്കോർ മിക്കവാറും. അപ്പൊ ഞാൻ അതിൽ കോൺഫിഡന്റ് ആണ്. കാരണം ലേസന്റെ പ്രത്യേകത എന്താ? റീഡിംഗ് ആണ്, വൊക്കാബ് വേണം. എനിക്കത് ഞാൻ പറഞ്ഞില്ലേ ആദ്യം തൊട്ട് പ്രാക്ടീസ് ചെയ്തുകൊണ്ട് വൊക്കാബ് എനിക്ക് പാതി വാക്കുകളും കിട്ടുമായിരുന്നു. അതുകൊണ്ട് എനിക്ക് അത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ക്ലാരിറ്റി കിട്ടും എപ്പോഴും റീഡിങ്. പിന്നെ ഇച്ചിരി ഒരു ടാസ്ക് ലിസണിങ് ആയിരുന്നു. പക്ഷെ ലിസണിങ്ങിലും എനിക്ക് 19 അല്ലെ 20 80 ആണ് പാസ്, 90 അല്ലെ 20 മിക്കവാറും കിട്ടുമായിരുന്നു. എനിക്ക് തോന്നുന്നു ഞാൻ B2 ഇതുവരെ ചെയ്തിട്ടില്ല, ഒരു വട്ടമായിട്ട് ചെയ്തപ്പോൾ മാത്രം എനിക്ക് 17 or 16 ആയിട്ടുണ്ട്. ഫെയിൽ ആയി ഹ്യോറൻ. ബാക്കി ലേസൺ ഇതുവരെ ഞാൻ ഫെയിൽ ആയിട്ടില്ല. അപ്പോ എനിക്കൊരു കോൺഫിഡൻസ് ഉണ്ട്. ആകെ ഒരു പേടി ഹ്യോറനെങ്ങാണ് ഇനി പോയാലോ, ക്വസ്റ്റ്യൻ ഡിഫിക്കൽട്ട് ആയിട്ട് പോയാലോ. ലേസൺ കിട്ടുന്നൊരു ഉറപ്പാണ്. എപ്പോഴും 20 അപ്പോ കയറുന്നുണ്ട്. അപ്പൊ പറ്റുമെന്നൊരു തോട്ടുണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ ഇരുന്നപ്പോ എന്റെ ഒരു ഫ്രണ്ട്, അവൾ ഇതുപോലെ കോഡൊന്നും പഠിച്ചിട്ടില്ല. അവൾ പറഞ്ഞു ഞാൻ എന്തിനാ കോഡൊന്നും പഠിക്കും, ഞാൻ നേരായ മാർഗത്തിൽ എഴുതും എന്നൊക്കെ പറഞ്ഞ് തന്നെ പോയി. അപ്പോ ആ വട്ടം ഇവള് പോയിട്ട് ഇവൾക്ക് ആക്ച്വലി ഇവൾ ഇതുപോലെ ചെയ്യുമ്പോൾ മാർക്കൊക്കെ ഉണ്ടായിരുന്നു. ഇവള് പോയി എഴുതി കഴിഞ്ഞപ്പോൾ ഇവൾക്ക് കിട്ടിയില്ല. അപ്പോ അത് കോഡാ വന്നേന്നൊന്നുമല്ല, അന്ന് കോഡ് വന്നിട്ടൊന്നുമില്ല. പക്ഷെ ഇവള് പറഞ്ഞൊരു കാര്യം അന്ന് പോയി എഴുതിയപ്പോ കിട്ടിയില്ല. കിട്ടാതെ വന്നപ്പോ ഇവള് എന്നെ വിളിച്ചിട്ട് കരഞ്ഞു കൂട്ടത്തിൽ ഇവൾ എന്നോട് പറഞ്ഞു നീ ചുമ്മാ കോഡൊന്നും പഠിച്ചോ. അപ്പൊ ഞാൻ പറഞ്ഞു അതെന്താ? ഇവള് ജൂണിലെ എക്സാം എഴുതി, എനിക്ക് ജൂലൈയിലെ എക്സാം. അപ്പൊ ഇവൾ എന്നോട് പറഞ്ഞു കോഡ് നീ പഠിച്ചോ. ഞാൻ പറഞ്ഞു എന്തിനാ? അപ്പൊ പറഞ്ഞു മറ്റൊന്നും കൊണ്ടല്ല, ഞാൻ വേണ്ടാന്ന് വെച്ച് പോയത്. എനിക്ക് കോഡാന്നോ വന്നേന്നൊന്നും എനിക്ക് അറിയത്തില്ലടാ, പക്ഷെ എനിക്കിപ്പോ തോന്നുന്നു ചുമ്മാ അതൊന്ന് നോക്കിയിട്ട് പോയിരുന്നു, എങ്ങാണ് അതായിരുന്നെങ്കിലോ ആയെങ്കിലോ എന്നൊരു തോട്ട്. എന്നിട്ട് ഇവൾ എന്നോട് കോഡ് പഠിക്കാൻ. അപ്പോഴും ഞാൻ എന്ത് ചെയ്തു, ആദ്യം ഒരു റിലക്റ്റൻസ് കാണിച്ചു, ഇല്ല വേണ്ട കോഡ് നോക്കണ്ട എന്നൊക്കെ ഉള്ള രീതിയിൽ തന്നെ നിന്നു. പക്ഷെ എനിക്കൊന്ന് ജൂലൈ 27 എക്സാം, ജൂലൈ 15 ഒക്കെ ആയപ്പോഴത്തെ ഒരു പേടിയായി. കാരണം എല്ലാവരും ഒന്ന് പറയാൻ തുടങ്ങി കോഡ്. അപ്പൊ ഒരു ടെൻഷൻ, ഇനി നോക്കാണ്ട് പോയിട്ട് ഇതെങ്ങാനും വന്ന് എനിക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിലോ, എല്ലാരും എഴുതും ഞാൻ എഴുതത്തില്ല എന്നൊക്കെ ഉള്ളൊരു പേടി വന്നു. അങ്ങനെ എന്ത് ചെയ്തു, എവിടുന്നോ സംഘടിപ്പിച്ചെടുത്ത് പഠിച്ചു. ഈ എഴുതിയവരൊക്കെ ഉണ്ട് ക്ലാസ്സിൽ തന്നെ. പറഞ്ഞ എനിക്ക് ഒന്ന് തരുമോ, ഭയങ്കര ജാടയായിരുന്നു. ഭയങ്കര ആറ്റിറ്റ്യൂഡാണ്. എന്നിട്ട് അയച്ചു തന്നു, വലിയ ഡിമാൻഡ് ഒക്കെ ഇട്ട് അയച്ചു തന്നു. എന്താ കോഡ് ആക്ച്വലി ക്വസ്റ്റ്യൻ
ഒരു എന്താ പറയാ ആൻസർ കീയുടെ ഒരു ഫോർമാറ്റ്. ലൈക്ക് ഇതായിരിക്കും ആൻസർ. ആ ആൻസർ ഇങ്ങനെ ആൻസർ അല്ല ക്വസ്റ്റിന്റെ വേർഡ് 2-3 വാക്കുകൾ കിട്ടും. അത് കാണാൻ പഠിച്ചു പോവാ. ആ വേർഡ് ആ ക്വസ്റ്റ്യനിലുണ്ടോ എന്ന് തപ്പി കണ്ടുപിടിക്കണം ആദ്യം. അതാണ് ആദ്യത്തെ ടാസ്ക്. അതാണ് സംഭവം. അപ്പൊ ഇത് കിട്ടിയപ്പോ ഇത് കണ്ടപ്പോ എനിക്ക് തോന്നി ഈ സമയം ഉണ്ട് ചെയ്ത് പഠിക്കാന്ന് തോന്നി. കാരണം കുറെ ഉണ്ട്, 27-28 പേജ്. ഞാൻ വെച്ചാൽ ഇതിങ്ങനെ പഠിച്ചു തീർക്കും. ഞാൻ 15-ാം തീയതി ആയി, 27 ഞാൻ 20-ാം തീയതി അപ്പൊ വീട്ടിൽ നിന്ന് പോവാൻ നിൽക്കാം. അപ്പൊ പൂനെയിലാണ് എക്സാം. അപ്പൊ കുറച്ച് മുന്നേ പോകാൻ വേണം. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഇത് എപ്പോ ഇനി പഠിച്ചു തീർക്കുന്ന ആലോചിച്ചു. അപ്പൊ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ ഇങ്ങനൊരു സംഭവം ഉണ്ട്. അപ്പൊ എന്നോട് അമ്മ നോക്കി, പക്ഷെ എന്നാ പിന്നെ നീ ഇത് നേരത്തെ പഠിക്കണ്ടേ? ഞാൻ പറഞ്ഞു അയ്യോ അങ്ങനെ പറയാതെ, അങ്ങനെ ഡീമോട്ടിവേറ്റ് ചെയ്യല്ലേന്ന് പറഞ്ഞു. അല്ല എന്നാലും രണ്ടും ഇരിക്കുന്നത് നല്ലതല്ലേ, നീ സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റും സ്വന്തമായിട്ട് ചെയ്യാം. കോഡില്ല നമുക്ക് കോഡ് വേണ്ട പോട്ടെ, എങ്ങാനും വന്നാൽ നിനക്ക് എളുപ്പമല്ലേ എന്ന് പറഞ്ഞു. അങ്ങനൊരു ഇത് വന്നു. പിന്നെ അത് കാര്യമാക്കിയില്ല. എന്ത് ചെയ്തു എന്ന് വെച്ചാല് അറിയാവുന്നല്ലോ നോക്കി കുറച്ചൊക്കെ പഠിക്കാനും ശ്രമിച്ചു. പക്ഷേ ഞങ്ങൾക്ക് അന്ന് 3 ദിവസമായിരുന്നു പൂനെയിൽ എക്സാം. 26, 27, 28. 26 എന്റെ 2 ഫ്രണ്ട്സും എഴുതി. ഇവര് ആദ്യം തൊട്ട് കോഡ് പഠിക്കുന്നു. കോഡ് പഠിച്ചു കുറെ. അത് ക്ലിയർഡായി. അവർക്ക് കിട്ടി, കോഡായിരുന്നു. അവര് 2 പേർക്കും പാസ്സാവുകയും ചെയ്തവര്. നെക്സ്റ്റ് ഡേ അപ്പൊ ഇവര് തിരിച്ചു വന്നിട്ട് എന്നോട് പറയും, ഈ നാളെയും കോഡായിരിക്കും, ഇന്ന് കോഡാ. അപ്പൊ എനിക്ക് പിന്നെയും ടെൻഷൻ, അയ്യോ ഞാൻ അതങ്ങ് നോക്കിയാ മതിയായിരുന്നു, അത് പഠിച്ചാ മതിയായിരുന്നു. ഞാൻ എന്താ അടുത്ത ദിവസം ചെന്ന് ഇങ്ങനെ ക്വസ്റ്റ്യൻ ഒക്കെ നോക്കി. അപ്പൊ എനിക്ക് അങ്ങോട്ട് കത്തുന്നില്ല, ഇത് കോഡായിരിക്കോ അല്ലയോ, ഒരു ഡൗട്ട് ഉണ്ട്. ചില വാക്കൊക്കെ കാണുമ്പോ എവിടെ ഒരു ഓർമ്മയോ ഇത് കണ്ടിട്ടുണ്ട്, ഇത് ആയിരിക്കോ, അങ്ങോട്ടൊന്നും ഉത്തരം അങ്ങോട്ട് പിടികിട്ടുന്നില്ല. അപ്പൊ ഇങ്ങനെ ഇരിക്കും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്തു, പോട്ടെ ഒന്നും വേണ്ട, എഴുതുക. എഴുതി കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴത്തേന് ഒരു ചെക്കൻ വൻ കരച്ചിട്ട് പറഞ്ഞു, ഇന്നലെയൊക്കെ കോഡ് ചോദിച്ചു, ഇന്ന് കോഡ് ചോദിച്ചില്ല. ഞാൻ പറഞ്ഞപ്പോ കോഡല്ലേ, അപ്പൊ കോഡല്ല. അപ്പൊ എനിക്ക് സമാധാനം. ഇനി തോറ്റാലും പറയല്ലോ കോഡൊന്നും വന്നില്ല, ഞാൻ ആക്റ്റീവായിട്ട് പോയി എഴുതി കിട്ടി എന്നെനിക്ക് പറയാലോ. അപ്പൊ കോഡല്ല വന്നു. അപ്പൊ എനിക്ക് ഞാൻ ആദ്യം വീട്ടിൽ ചെന്നിട്ട് അച്ഛനെ കണ്ടപ്പോ അച്ഛാ കോഡല്ല, രക്ഷപ്പെട്ടു. അപ്പൊ കോഡുണ്ട്, കുഴപ്പമില്ല, അവർക്കൊക്കെ കോഡല്ലേ, എനിക്ക് കോഡല്ലല്ലോ എന്നുള്ളൊരു കോൺഫിഡൻസ് എനിക്ക് വന്നു. അതിന്ന് എനിക്ക് പറയാനുള്ള, എന്നിട്ട് ഞാൻ കിട്ടി, എനിക്ക് 2 മണിയോടും കിട്ടി. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാല് ഞാൻ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് സാർ. ഞാനൊരു ലാസ്റ്റ് ഹോപ്പായിട്ട്, അത് ഇനിയിപ്പോ ടീച്ചേഴ്സ് ആയാലും ഇനി ഏതൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണെങ്കിലും മേ ബി ചില കുട്ടികൾക്ക് സജസ്റ്റ് ചെയ്ത് തന്നെ കൊടുക്കും. ലൈക്ക് എന്നുവെച്ചാൽ ആദ്യമേ നിങ്ങളിത് പഠിച്ചങ്ങ് ഇതാവാനല്ല, സ്വന്തമായിട്ട് ചെയ്ത് പഠിക്കടാ ഒരു ലെവൽ. പിന്നെ ചില കുട്ടികൾക്ക് ഒരു ലിമിറ്റ് ഉണ്ട്, അവർ ഈ ഒരു സ്കോറിന് വേണ്ടിട്ട് കയറില്ല കുറെ ശ്രമിച്ചാലും. പിന്നെ നമുക്ക് ഇതിപ്പം 2-3 വർഷം ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ കളയില്ലല്ലോ, നമ്മൾ പെട്ടെന്ന് എത്താനും ശ്രമിക്കും. അപ്പൊ അവരോട് നമ്മൾ ഓപ്റ്റ് ചെയ്യും, ഓക്കെ എന്നാ നീ കുറച്ച് കോഡ് പഠിച്ചോ, നോക്ക് ലേസൺ ഹെയറിനല്ലേ. പക്ഷെ റൈറ്റിംഗ് സ്പീക്കിംഗ് ഇപ്പൊ പറഞ്ഞതുപോലെ നമ്മുടെ സ്കില്ലാണ്, അവിടെ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിലാണ് ശരിക്കും നമ്മുടെ മാർക്ക് ഇരിക്കുന്നത്. ലൈക്ക് എനിക്ക് എന്റെ സ്പീക്കിങ്ങിന് റൈറ്റിങ്ങിന് നല്ല മാർക്ക് ഉണ്ടായിരുന്നു. ആ ഒരു മാർക്ക് മതി എന്നെ സാറ്റിസ്ഫൈഡ് ആക്കാൻ. ലേസൺ ഹെയർ ഞാൻ അത്രയും ബോധർ ചെയ്തിട്ടില്ല. എനിക്ക് കേൾക്കുമ്പോൾ മനസ്സിലാവണം, എനിക്ക് വായിക്കുമ്പോഴും മനസ്സിലാവണം, അത്ര എന്റെ ഇന്റൻഷൻ ഉള്ളായിരുന്നു. അതെനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. അതെ, അതെനിക്ക് പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് ക്ലാസ്സിലല്ലടാ, നമുക്കത് കേൾക്കുമ്പോൾ മനസ്സിലാവണം. നമുക്കത് എന്തെങ്കിലും വായിക്കുമ്പം ഇതാണ് ഇപ്പൊ ഒരു വേർഡ് അറിഞ്ഞില്ലെങ്കിലും കുഴപ്പമില്ല, മൊത്തത്തിൽ ഇതാണ് ഉദ്ദേശിക്കുന്നത് എന്ന് കിട്ടിയാൽ നമ്മൾ വിജയിച്ചു. അത് മതി. ഇതാണ് ഇവിടെ ഈ ഒരു ബോർഡ് വെച്ചേക്ക്, ആ ബോർഡ് വായിക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ 4-5 വാക്ക് അറിയണമെന്നില്ല, പക്ഷെ അത് കണ്ടന്റ് എന്താണെന്ന് കത്തിയാ നമ്മൾ രക്ഷപ്പെട്ടു. അതെ, ഇപ്പൊ ഒരു ജർമ്മൻ നമ്മുടെ അടുത്ത് സംസാരിക്കുക, ആള് പറയുന്ന ഈച്ച് ആൻഡ് എവറി വേർഡ് നമുക്ക് മനസ്സിലാവണമെന്നില്ല, പക്ഷെ ആള് ഇപ്പൊ പറയാ ഓക്കെ ഈ ലാപ്ടോപ്പ് ഇവിടെ നിന്ന് എടുക്കുന്നത് അവിടെ തന്നെ വെക്കുന്നതായിരിക്കും ആള് പറയുന്നത്. അപ്പൊ എനിക്ക് ലാപ്ടോപ്പ് മാത്രമേ കേൾക്കുന്ന മനസ്സിലാവത്തുള്ളൂ, പെട്ട്. അതേസമയം അവര് പറയുന്ന വേറെ വേർഡ്സ് ഒരുപാടൊന്നും മനസ്സിലായില്ലെങ്കിലും ഇത് ഇങ്ങനെ ഇതാണ് ഇതിവിടെ വെക്കരുത്, ഓക്കെ അവിടെ വെക്കരുതെന്നാ പറഞ്ഞേ, മാറ്റാം. അത്ര ഒരു ഐഡിയ കിട്ടിയാ രക്ഷപ്പെട്ടു. അത് മതി. അതാണ് ലേസൺ ഹ്യോറൻ ഉദ്ദേശിക്കുന്നത്. ഒരു B2 ലെവൽ ഹ്യോറൻ അതേ ഉദ്ദേശിക്കുന്നുള്ളൂ. അതെ, നമ്മൾ C1 C2 എടുത്തവര് പോലും ചിലപ്പോ ജർമ്മനി പോയാല് ഇങ്ങനെ കിടന്ന് ഇതാവും. അതെ, ബുദ്ധിമുട്ടും. അവരുടെ ഒരു പ്രൊനൗൺസിയേഷൻ കാര്യങ്ങൾ നമ്മൾ ക്യാച്ചപ്പ് ചെയ്യണ്ടേ. അതെ, അപ്പോ അത് വെച്ച് ഞാൻ പറയുകയാണ് B1 B2 ഒരു മിനിമം ലെവൽ ഓഫ് നോളജ് വേണം. ഒരു കാര്യം കണ്ട് ഇതാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം. പക്ഷേ ആസ് എ കാൻഡിഡേറ്റ് ആസ് എ സ്റ്റുഡന്റ് നമ്മുടെ സ്കില്ല് ഇരിക്കുന്നത് ഷ്രൈവനിലും സ്പെഷ്യലിലുമാണ്. ഔട്ട്പുട്ട്സ് എവിടെയാണ്, എഴുതുന്നതിലും പറയുന്നതിലുമാണ് ഇമ്പോർട്ടൻസ്. ഓക്കെ, മറ്റേത് രണ്ടും നമ്മള് എഫേർട്ട് ഇടുന്നതിനനുസരിച്ചിരിക്കും. എഫേർട്ട് ഇട്ടാ കിട്ടേണ്ടതൊക്കെ കിട്ടും. പിന്നെ കോഡ് ഏറ്റവും ലാസ്റ്റ് മിനിറ്റ് ഹോപ്പാണ്. അതെ, ശരിക്കും കോഡൊന്നും ട്രസ്റ്റബിൾ റിലയബിൾ ആയിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് അഫ്ലഹ് പറഞ്ഞ പോയിന്റ് ഭയങ്കര റിലവന്റ് ആണ്. അല്ലെങ്കിൽ ആദിത്യ പറഞ്ഞത്, അതായത് നിങ്ങൾ എന്തിനാണ് എക്സാം പാസ്സാകാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, അതോ ജർമ്മനി പോകാൻ വേണ്ടിയിട്ടാണ്? നമ്മുടെ എൻ ഗോൾ എന്ന് പറയുന്നത് ഗോയിറ്റാൻ്റെയോ ടെൽക്കിൻ്റെയോ എക്സാം പാസ്സാവുക എന്നുള്ളതല്ല. അത് നിങ്ങളുടെ ടോട്ടൽ ജേർണിയിലെ ഒരു സ്റ്റെപ്പ് മാത്രമാണ്. അതായത് നിങ്ങളിപ്പോൾ 2-3 ഫേസുകൾ എടുത്ത് ഹൗസ് ബിൽഡിംഗ് പോലത്തെ ഒരു പ്രോഗ്രാം ചെയ്ത് ജർമ്മനിയിലെത്തി. ഇപ്പം ഞാൻ ആസ് എ കാൻഡിഡേറ്റ് നോക്കുവാണെങ്കിൽ എൻ്റെ എൻ ഗോൾ എന്ന് പറയുന്നത് ജർമ്മൻ പാസ്പോർട്ട് എനിക്ക് കിട്ടണം എന്നുള്ളതാണ്, അവിടുത്തെ സിറ്റിസൺഷിപ്പ് കിട്ടുക എന്നുള്ളതാണ്.
അപ്പോൾ ആ ഗോളിലേക്ക് എന്തൊക്കെ കാര്യങ്ങൾ, ആദ്യം ജർമ്മൻ ലാംഗ്വേജ് പഠിക്കണം, ഇന്റർവ്യൂ പാസ്സാവണം, ലൈക്ക് ദെൻ വിസ കിട്ടണം, അവിടെ പോകണം, അവിടുത്തെ 3 കൊല്ലത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം, മൾട്ടിപ്പിൾ സ്റ്റെപ്സ് ആണ്. അപ്പോൾ അതിൽ നിങ്ങളുടെ എൻ ഗോൾ എന്ന് പറയുന്നത് നിങ്ങൾ കോഡ് വെച്ചൊരു എക്സാം പാസ്സാവാന്നുള്ളതല്ല. ഇപ്പോൾ ഇതിന് ഞാനൊരു സിമ്പിൾ എക്സാമ്പിൾ പറഞ്ഞുതരാം. ഇപ്പോൾ US ഒരു കേസ് നടന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് ജർമ്മൻ അല്ല, ഇംഗ്ലീഷ് ലാംഗ്വേജ് ആണ്. അത് നോർത്ത് ഇന്ത്യ എന്നാണ്, അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യ എന്നുള്ളൊരു കാൻഡിഡേറ്റ്സ് ആണ്. അവർക്ക് IELTS ഞാൻ മനസ്സിലാക്കുന്നത് more than 7 ബാൻഡ് സ്കോർ ഉണ്ട്. അപ്പോൾ അത് എങ്ങനെ മാർഗത്തിലൂടെയാണ് ആ സ്കോർ കിട്ടിയെന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ലൈക്ക് അതായത് അവരൊരു കോടതിയിൽ, അവരെന്തോ ഒരു ഇല്ലീഗൽ ആക്ടിവിറ്റിയിൽ എന്തോ ഒരു ട്രാഫിക് ടിക്കറ്റ് എന്തോ കിട്ടി കോടതിയിൽ പോകേണ്ടി വന്നു. അപ്പം അവിടെ ജഡ്ജസ് പറയുന്നത് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല. ലൈക്ക് ഒബ്വിയസ്ലി സർട്ടിഫിക്കറ്റ് വെരിഫൈ ചെയ്യുമ്പോൾ ഇവർക്ക് IELTS 7 ഉണ്ട്. ക്വസ്റ്റ്യൻ ഈസ് പിന്നെ എന്ത് കാണിച്ചിട്ട് വന്നതാണെന്നുള്ളത്, നിങ്ങൾ ഫേക്ക് ചെയ്തിട്ട് വന്നതാണെന്നുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പം ഞാൻ ഫിയോണയോട് സംസാരിച്ചു, അൻസൂനോട് സംസാരിച്ചു, അഞ്ജുവിനോട് സംസാരിച്ചു, നിഷയോടൊക്കെ സംസാരിച്ചു. അവരൊക്കെ പറഞ്ഞത് അവർ ഒരു മന്ത് എടുത്തിട്ടുണ്ട് അവിടെ ചെന്നിട്ട്. അതായത് 1-2 മന്ത് എടുത്തിട്ടുണ്ട് അവരുടെ സ്പീഡും ഡയലക്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് അക്ലമൈറ്റൈസ് ചെയ്യാനായിട്ട്. അതായത് പ്രോപ്പറായിട്ടിരുന്ന് ലാംഗ്വേജ് B2 പഠിച്ചിട്ട് പോകുന്ന ഒരു കുട്ടീനെ എത്ര ടൈം എടുക്കുന്നുണ്ട്? കോഡ് വെച്ചിട്ട് പോകുന്ന ആൾ നിങ്ങൾ എങ്ങനെയാണ്? എനിക്ക് തോന്നുന്നു കോഡ് വെച്ച് പഠിച്ചിട്ടുണ്ടെങ്കിൽ എന്തായാലും ഒരു നല്ല എംപ്ലോയറെ ഇംപ്രസ് ചെയ്തിട്ട് ഇന്റർവ്യൂ ക്ലിയർ ചെയ്യാനൊന്നും നിങ്ങൾക്ക് പറ്റില്ല. സർ അവിടെ ഒരു പോയിന്റ് പറഞ്ഞോട്ടെ. എന്താന്ന് വെച്ചാല് ഇപ്പൊ പറഞ്ഞില്ലേ, നമ്മളിപ്പം ഇങ്ങനെ പാസ്സായിട്ട് കാര്യമില്ല, അവിടെ ചെല്ലുമ്പോൾ സ്ട്രഗിൾ ചെയ്യുന്നത്. അതിന് ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ഇവിടെ തന്നെ പറഞ്ഞുതരാം. ഞാൻ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾ 16 കുട്ടികളുള്ള ഇന്റർവ്യൂ ആണ്. അതിൽ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവരും 10 പേരോളെങ്കിലും ഫുൾ മൊഡ്യൂൾ ആണ്. ആ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്ന ടൈമിൽ ഞാൻ പാർഷ്യൽ മൊഡ്യൂളാണ്, എനിക്ക് ഫുൾ മൊഡ്യൂൾ കിട്ടിയിട്ടില്ല. ഞാൻ പറയാം, ആ ഇന്റർവ്യൂവിന് സെലക്ഷൻ കിട്ടിയ 4 പേരും പാർഷ്യൽ മൊഡ്യൂൾസ് ആയിരുന്നു, കിട്ടിയിട്ടില്ല. അവർക്കൊക്കെ എന്നാ സ്പീക്കിങ്ങിന് 70-80 ഒക്കെയാണ്. എന്തുകൊണ്ട് എംപ്ലോയർ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോ അതിലൊരു കുട്ടി ഫുൾ മൊഡ്യൂൾ ആണ്, അവളോട് എന്താണ് ഞാൻ പറയുന്നത് നിനക്ക് കേൾക്കാമോ എന്ന് ഇങ്ങനെ കുറെ വട്ടം ചോദിച്ചു. അപ്പൊ അവൾ ഇങ്ങനെ ഇരിക്കുക, അനങ്ങുന്നില്ല. അപ്പൊ എംപ്ലോയർ എന്ത് ചെയ്തു, ഇംഗ്ലീഷിൽ ചോദിച്ചു, ക്യാൻ യു ഹിയർ മീ എന്ന് ചോദിച്ചു. പറയാം യെസ് ഐ ക്യാൻ ഹിയർ യു. അവിടെ തീർന്നു. അപ്പൊ നീ എന്താണ് ഇത്ര നാള് ഒരു സിംഗിൾ സെന്റൻസ് നിനക്ക് എന്നെ കേൾക്കാമോ നോക്കിയാൽ എന്തായാലും ഒരു ബേസിക് സെന്റൻസ് ആയിരിക്കില്ലേ? അത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ B2 ഫുൾ മൊഡ്യൂൾ ഉള്ളതുകൊണ്ട് ഒരു കാര്യമില്ല. സോ ഇത് റിലവന്റ്, ഐ മീൻ ബേസ്ഡ് ഓൺ ദ എക്സ്പീരിയൻസസ് ആണ് നമ്മൾ സംസാരിക്കുന്നത്. അപ്പൊ അങ്ങനെ കോഡ് വെച്ച് പാസ്സാകാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഷോർട്ട് കട്ട്സ് ഉപയോഗിച്ച് പാസ്സായി ജർമ്മനി പോകാന്നൊക്കെ വിചാരിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എഡ്യൂഫ്ലെയർ ചൂസ് ചെയ്യരുത്. നമ്മൾ അങ്ങനെ പ്രൊമോട്ട് ചെയ്യില്ല, നിങ്ങളുടെ സ്റ്റുഡൻസിനെ നിങ്ങളും പ്രൊമോട്ട് ചെയ്യില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്ട്രിക്ട്ലി ഇതൊരു ഒരു കൾച്ചർ അഡോപ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് തയ്യാറായിട്ട് തന്നെ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു കൺക്ലൂഷൻ ഇത്രയേ ഉള്ളൂ. കോഡ് വെച്ച് ജർമ്മൻ പാസ്സാകാൻ പറ്റുമോ എന്നുള്ള ഡിബേറ്റ് നിങ്ങൾ ചെയ്തോളൂ. അപ്പം അങ്ങനെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും എഡ്യൂഫ്ലെയറിലേക്ക് വരേണ്ടതില്ല. ഇവിടെ വന്നാൽ ലാംഗ്വേജും പാസ്സാവും, നിങ്ങൾ ജർമ്മനി പോവുകയും ചെയ്യും, നിങ്ങൾക്ക് സ്കില്ലും ഉണ്ടാവും. അതിന് നമ്മൾ കോഡ് വെക്കേണ്ട ആവശ്യമില്ല. അല്ലാണ്ട് കറക്റ്റ് ആയിട്ടുള്ള നേരായ ഒരു വഴിയുണ്ട്, അത് ഫോളോ ചെയ്താൽ മാത്രം മതി. EduFlair, education driven by passion.